ഉത്സവാന്തരീക്ഷത്തിൽ പൊന്നാനി ഉറൂബ് നഗർ അങ്കനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കനവാടിക്കാണ് സ്വന്തം കെട്ടിടമായത്. പൊന്നാനി നഗരസഭയിലെ എല്ലാ അംഗനവാടികൾക്കും പുതിയ കെട്ടിടം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള പൊന്നാനി നഗരസഭ ഭരണസമിതിയുടെ പദ്ധതികളുടെ ഭാഗമായി ഉറൂബ് നഗർ വാർഡിലെ 55-ാം നമ്പർ അംഗനവാടിക്കായി പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ MLA നിർവഹിച്ചു. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് പഠിക്കാനുള്ള, കളിക്കാനുള്ള, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ തോതിലേക്കുള്ള മാനസികമായ കരുത്ത് നേടുന്ന ഒന്നാണ് അംഗനവാടികൾ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ ഒരു സിലബസോടുകൂടി കേരളത്തിൻ്റെ എല്ലാ ഗ്രാമതലത്തിലും എല്ലാ പ്രദേശത്തും ഇപ്പോൾ അംഗനവാടികളുണ്ട്. ശിവദാസ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഏകദേശം 10ഓളം വരുന്ന അംഗനവാടിയിൽ മാത്രമാണ് സ്വന്തമായി കെട്ടിടമില്ലാത്തത്. ബാക്കി എല്ലാ അംഗനവാടി കെട്ടിടമായി കഴിഞ്ഞു. നമ്മുടെ മിക്ക അംഗനവാടികളും സ്മാർട്ട് അംഗനവാടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാഥമികമായ വിദ്യാഭ്യാസ സ്ഥാപനം തൊട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വരെ കേരളത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിന്റെ സവിശേഷത. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി ചെയർമാൻമാരായ രജീഷ് ഉപ്പാല, OO ഷംസു, ഉണ്ണികൃഷ്ണൻ പൊന്നാനി, മൻസൂർ അലി, CP സക്കറിയ, ICDS സൂപ്പർവൈസർ നീന, ബൈജു കരിമ്പനക്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നതിന് ഭൂമി വാങ്ങി നൽകിയ പ്രവാസി കൂട്ടായ്മയായ പൊന്നാനി വെൽഫെയർ കമ്മിറ്റി പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ വാലിയിൽ രമേശൻ, പൊന്നാനി വെൽഫെയർ കമ്മിറ്റി പ്രതിനിധി TK ഇസ്മായിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദേശൻ സ്വാഗതവും അംഗനവാടി വർക്കർ രേഷ്മ നന്ദിയും പറഞ്ഞു. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.